സംസ്ഥാനത്തെ കൃഷി വകുപ്പിലെ കരാർ ജീവനക്കാർക്ക് 4 മാസമായി ശമ്പളമില്ല. ആത്മയ്ക്ക് കീഴിലുള്ള ജില്ലാ ടെക്നോളജി മാനേജർമാർക്കാണ് 4 മാസമായി ശമ്പളം മുടങ്ങിയത്. പ്രതിസന്ധിക്ക് കാരണം ധനവകുപ്പ് ഫണ്ട് അനുവദിക്കാത്തതാണെന്ന് ജീവനക്കാർ പറയുന്നു. ഇവിടെ മലപ്പുറത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം നമ്മൾ ആത്മയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന കരാർ ജീവനക്കാർക്ക് ശമ്പളമില്ല. അവർക്ക് നവംബർ വരെയുള്ള ശമ്പളം കിട്ടിയിട്ടുള്ളൂ. ബാക്കി മാർച്ച് വരെയുള്ള 4 മാസത്തെ ശമ്പളം പെൻഡിംഗ് ആണ്. അത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ശമ്പളം ലഭ്യമാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ മറ്റേ കൃഷി ഡയറക്ടർക്ക് രേഖാമൂലം കത്തൊക്കെ കൊടുത്തതാണ്. പക്ഷെ അതിനും ഒരു കൃത്യമായുള്ള മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഫിനാൻസിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടുന്ന് പറയാൻ കഴിഞ്ഞത് അവിടെ ഫണ്ടില്ല. അപ്പോൾ ഈ വർഷമല്ല, അടുത്ത സാമ്പത്തിക വർഷം, അത് 26-27 സാമ്പത്തിക വർഷം നോക്കാമെന്നാണ് അവരും പറയുന്നത്. വരുമ്പോൾ നമുക്ക് പുതിയ സാമ്പത്തിക വർഷം ശമ്പളം വന്നാലും നമുക്ക് അത് ഫണ്ട് നമ്മുടെ ജില്ലയിലോട്ട് കിട്ടാൻ നമുക്കൊരു ആഗസ്റ്റ് മാസം എടുക്കും. അപ്പോൾ അതുവരെ നമ്മൾ ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഏകദേശം ഒരു 9 മാസത്തോളം ശമ്പളം ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണ്. നമ്മൾ മൊത്തം ഒരു 150ഓളം, അതായത് ആത്മയുടെ കീഴിൽ വരുന്ന ജീവനക്കാരും അതേപോലെ സപ്പോർട്ട് ലീഡ്സ് എന്ന ഒരു സ്കീം കൂടിയുണ്ട്. അതും ആത്മയുടെ കീഴിലാണ് വരുന്നത്. അപ്പോൾ മൊത്തം ഒരു 150ഓളം ജീവനക്കാരുണ്ട്. എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും ഈ ശമ്പളം ഉപജീവനമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ദൈനംദിന ജീവിതത്തിന് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരും ഭയങ്കര നിരാശയിലുമാണ്. അപ്പോൾ ഇനി എന്താ സംഭവിക്കാന്ന്, ഇനിയിപ്പോൾ എങ്ങനെ ജീവിതം മുന്നോട്ട് പോവാന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് പലരും പറയുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പല സുപ്രധാന സ്കീമും ഞങ്ങൾ വഴിയാണ് പോകുന്നത്. ആത്മയുടെ കരാർ ജീവനക്കാരാണ് മെയിനായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടും ഫീൽഡിൽ നടപ്പിലാക്കിയിട്ടും ശമ്പളം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ സർക്കാർ എന്തെങ്കിലും അടിയന്തരമായിട്ടൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം എന്തെങ്കിലും കാണണം എന്ന് പറയുന്നത്. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജംഷീർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. എന്താണ് ഈ ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്? നമുക്കറിയാവുന്നതുപോലെ ഈ ആത്മയിൽ കീഴിലുള്ള ഈ ജില്ല ലീഡ് ചെയ്യുന്നവരാണ് ഈ കാർഷിക പദ്ധതിയുടെ ഈ ജില്ലാ തലത്തിലൊക്കെ തന്നെ നടപ്പാക്കുന്നത്. ഇവർക്ക് ഇപ്പോൾ ശമ്പളം കിട്ടുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. പ്രധാനപ്പെട്ട കാരണം ഇവർ പറയുന്നത് ധനകാര്യ വകുപ്പിൽ ഫണ്ട് ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ശമ്പളം മുടങ്ങാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ നവംബർ വരെ ഇപ്പം കൃഷി വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നത്. കഴിഞ്ഞ നവംബർ വരെയുള്ള പണം മാത്രമാണ് കൃഷി വകുപ്പിന് ലഭിച്ചത് എന്നാണ് ഈ ജീവനക്കാർക്ക് ലഭിച്ച മറുപടി. അപ്പോൾ ഈ ഡിസംബർ മുതൽ ഇങ്ങോട്ടുള്ള 4 മാസത്തെ ശമ്പളമാണ് ഇപ്പോൾ ഇവർക്ക് ലഭിക്കാതിരിക്കുന്നത്, കുടിശ്ശികയായിരിക്കുന്നത്. ഇത് കൃഷി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഇവർ പരാതി നൽകി. പക്ഷേ അതിനകത്തൊരു നടപടി ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ സംസ്ഥാനത്തുടനീളമുള്ള ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഇവർക്ക് ഇപ്പോൾ അനൌദ്യോഗികമായി ലഭിച്ച ഒരു വിവരം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വർഷം ഇനിയിപ്പോൾ എന്തായാലും ഉണ്ടാവില്ല, അടുത്ത സാമ്പത്തിക വർഷം നോക്കാം എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ ഒരു അനൌദ്യോഗികമായിട്ടുള്ള ഒരു വിവരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷമാണ് ഇനിയിപ്പം ഈ ഫണ്ട് വരുന്നതെങ്കിൽ പോലും ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തോടെ കൂടിയാകും അത് ജില്ലയിലേക്ക് ആ ഫണ്ട് വരാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9 മാസത്തോളം ഇനി അവർക്ക് ശമ്പളമില്ലാതെ കഴിച്ചു കൂട്ടേണ്ടി വരും എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പം പെരുന്നാൾ, ഈസ്റ്റർ, ഇനിയിപ്പോൾ വിഷു ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു വരുന്ന ഈ ഒരു ഘട്ടത്തിൽ കുടുംബവുമായി ജീവിക്കുന്ന ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഈ 4 മാസം തന്നെ ശമ്പളമില്ലാതായതോടുകൂടി കടം വാങ്ങി മുടിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഇവർ പലരുമായി നമ്മൾ സംസാരിക്കും മനസ്സിലാകുന്നത്. പലരും സ്വർണം പണയം വെച്ചും മറ്റുമൊക്കെയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള പല വികാരതീതമായിട്ടാണ് അവർ നമ്മോടൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം 4 മാസമായി ശമ്പളമില്ല, ഇനി അടുത്തൊന്നും ശമ്പളം കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇല്ല. ഇങ്ങനെ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ 9 മാസം പിന്നിടും എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ സർക്കാർ ഇതിനകത്ത് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ഇതിനകത്ത് ഒരു അടിയന്തര ഇടപെടൽ നടത്തി ഇവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ്. കാരണം ഈ ആത്മ പദ്ധതി കീഴിലാണ് കൃഷി വകുപ്പിന്റെ പല നൂതനമായ പദ്ധതികളും ജീവനക്കാർ ആശങ്കയിലാണ്. വേണ്ട ഇടപെടൽ വേണമെന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. ജംഷീർ കൊടിഞ്ഞിയാണ് വിശദാംശങ്ങൾ മലപ്പുറത്ത് നിന്നും പങ്കുവച്ചത്.